നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കഠിനമായി അധ്വാനിച്ചിട്ടും എന്തുകൊണ്ടാണ് ചിലർ മാത്രം വലിയ വിജയം നേടുന്നത് എന്ന്? അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിലും ഉള്ളിന്റെയുള്ളിൽ ഞാൻ വിജയിക്കാൻ ജനിച്ചവനാണ് എന്നൊരു തോന്നൽ നിങ്ങൾക്കെപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഈ ചോദ്യം നിസ്സാരമല്ല. കാരണം സമ്പത്ത് എന്നത് പണം കയ്യിൽ വരുന്നതിനു മുൻപുതന്നെ അത് വരുന്നതിനുള്ള വഴികൾ നമ്മുടെ ജീവിതത്തിൽ തെളിഞ്ഞു തുടങ്ങുമെന്ന് ആചാര്യ ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു മോട്ടിവേഷൻ വീഡിയോ അല്ല. ഇത് ഭാരതത്തിലെ എക്കാലത്തെയും വലിയ തന്ത്രജ്ഞനായ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നും നീതിശാസ്ത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്ത 7 രഹസ്യ സൂചനകളെക്കുറിച്ചാണ്. ഒരു സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്ത ബുദ്ധിയാണത്. നിങ്ങൾ കോടീശ്വരനാകാൻ പോകുകയാണെങ്കിൽ പണം വരുന്നതിന് തൊട്ടുമുമ്പ് നിങ്ങളുടെ സ്വഭാവത്തിലും ചിന്താഗതിയിലും ചില മാറ്റങ്ങൾ സംഭവിക്കും. പ്രകൃതി നിങ്ങൾക്ക് നൽകുന്ന സൂചനകളാണിവ. പക്ഷെ ചാണക്യൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ഈ ലക്ഷണങ്ങൾ കണ്ടാൽ അത് രഹസ്യമായി സൂക്ഷിക്കണം. അത് ആരോടും വിളിച്ചു പറയരുത്. കാരണം കണ്ണുവയ്ക്കപ്പെടുക എന്നത് നിങ്ങളുടെ ലക്ഷ്യത്തെ തകർക്കും. നിങ്ങളിൽ ഈ 7 ലക്ഷണങ്ങളിൽ ഒന്നെങ്കിലും ഇപ്പോൾ നടക്കുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ സമയം തെളിയുകയാണ്. നമുക്ക് ഓരോന്നായി പരിശോധിക്കാം. ലക്ഷണം 1: നിശബ്ദതയുടെ ശക്തി. ഏറ്റവും ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ലക്ഷണമിതാണ്. നിങ്ങൾ പെട്ടെന്ന് സംസാരിക്കുന്നത് കുറയ്ക്കുകയും കേൾക്കുന്നത് കൂട്ടുകയും ചെയ്യുന്നുണ്ടോ? ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ പദ്ധതികൾ പൂർത്തിയാകുന്നതുവരെ അത് രഹസ്യമായി സൂക്ഷിക്കുക. നിങ്ങൾ പണക്കാരനാകാൻ പോകുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് അനാവശ്യമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾ നിർത്തും. പണ്ടൊക്കെ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് കൂട്ടുകാരോടും നാട്ടുകാരോടും പറയുന്ന ശീലം നിങ്ങൾക്കുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഇപ്പോൾ വലിയൊരു ആശയം മനസ്സിൽ വന്നാൽ പോലും അത് നടപ്പിലാക്കി വിജയിച്ച ശേഷം മാത്രം പുറത്തു പറഞ്ഞാൽ മതി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ശക്തമായി ഉണ്ടാകുന്നു. ഇതൊരു സാധാരണ മാറ്റമല്ല. മണ്ടന്മാർ വായ്കൊണ്ട് സംസാരിക്കുമ്പോൾ ബുദ്ധിമാന്മാർ പ്രവൃത്തികൊണ്ട് സംസാരിക്കുന്നു. വരാൻ പോകുന്ന വലിയ വിജയത്തിന്റെ ഊർജ്ജം വാചകമടിച്ചും തള്ളിയും കളയാനുള്ളതല്ല എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സ് തിരിച്ചറിയുന്ന നിമിഷമാണിത്. നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നിങ്ങൾ നിശബ്ദരാകുന്നുവെങ്കിൽ അത് നിങ്ങൾ പക്വത പ്രാപിച്ചു എന്നതിന്റെ തെളിവാണ്. സമ്പത്ത് ബഹളത്തെ ഇഷ്ടപ്പെടുന്നില്ല. അത് ശാന്തതയെയും ഏകാഗ്രതയെയും ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ ചോദിച്ചേക്കാം, നീ എന്താ ഇപ്പോ അധികം സംസാരിക്കാത്തത്? അവർ അങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ പാതയിലാണ്. സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ ലക്ഷണത്തിൽ നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ കാണാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ സ്വപ്നങ്ങൾ രഹസ്യമായി സൂക്ഷിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? എങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കൂ. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ അറിവ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ സഹായിക്കും. ലക്ഷണം 2: സമയത്തോടുള്ള ബഹുമാനം. രണ്ടാമത്തെ ലക്ഷണം നിങ്ങളുടെ ദിനചര്യയുമായി ബന്ധപ്പെട്ടതാണ്. പണ്ട് മണിക്കൂറുകളോളം ഫോണിൽ സമയം കളയാനോ വെറുതെ സിനിമ കണ്ടു സമയം കളയാനോ നിങ്ങൾക്ക് മടിയില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ വെറുതെ സമയം കളയുന്നത് നിങ്ങൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടോ? ചാണക്യൻ പറയുന്നു, കടം വാങ്ങിയ പണവും കടന്നുപോയ സമയവും തിരിച്ചു കിട്ടില്ല. നിങ്ങൾ സമ്പന്നനാകാൻ തുടങ്ങുമ്പോൾ പണത്തേക്കാൾ വില സമയത്തിനാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. അനാവശ്യമായ കുറ്റങ്ങളും കുറവുകളും പറയുന്നവരിൽ നിന്നും, ഉപകാരമില്ലാത്ത സൗഹൃദങ്ങളിൽ നിന്നും, അർത്ഥമില്ലാത്ത തർക്കങ്ങളിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞുമാറാൻ തുടങ്ങും. ഓരോ മണിക്കൂറും എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഇവിടെ സംഭവിക്കുന്ന മാറ്റം ഇതാണ്. സമയം കൊല്ലുക എന്നതിൽ നിന്ന് സമയം മുടക്കുമുതലാക്കുക എന്നതിലേക്ക് നിങ്ങളുടെ ചിന്ത മാറും. നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും 24 മണിക്കൂർ തികയുന്നില്ല എന്ന്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തും. ഉറക്കത്തേക്കാൾ ഉപരിയായി ലക്ഷ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ മാറും. നിങ്ങളുടെ സുഹൃത്തുക്കൾ സിനിമയ്ക്ക് വിളിക്കുമ്പോൾ എനിക്ക് തിരക്കുണ്ട്, ചെയ്യാനുണ്ട് എന്ന് പറയാൻ നിങ്ങൾക്കിപ്പോൾ മടി തോന്നുന്നില്ല എങ്കിൽ ലക്ഷ്മീദേവി നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങിയെന്ന് മനസ്സിലാക്കുക. ലക്ഷണം 3: പരാജയത്തെ ഭയക്കാത്ത മനസ്സ്. മൂന്നാമത്തെ ലക്ഷണം വളരെ നിർണായകമാണ്. പരാജയത്തോടുള്ള നിങ്ങളുടെ മനോഭാവം. സാധാരണക്കാർ ഒരു പരാജയം സംഭവിച്ചാൽ അവിടെ തകർന്നുപോകും. എന്നെക്കൊണ്ട് ഇതിന് പറ്റില്ല എന്നു പറഞ്ഞ് പിന്മാറും. എന്നാൽ വലിയ വിജയം നേടാൻ പോകുന്ന വ്യക്തിക്ക് പരാജയം എന്നത് ഒരു തടസ്സമല്ല, അതൊരു പാഠമാണ്. ചാണക്യൻ തന്റെ ജീവിതത്തിൽ നേരിട്ട അപമാനങ്ങളെയും പരാജയങ്ങളെയും ഇന്ധനമാക്കിയാണ് മൗര്യ സാമ്രാജ്യം കെട്ടിപ്പടുത്തത്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി തിരിച്ചടികൾ ഉണ്ടാകുന്നുണ്ടാകാം. പക്ഷേ അതിൽ തളർന്നുപോകുന്നതിനു പകരം എവിടെയാണ് തെറ്റിയത് എന്ന് പരിശോധിക്കാനും കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതാണ് സമ്പന്നരുടെ മനഃശാസ്ത്രം. അവർ പരാജയത്തെ പേടിക്കുന്നില്ല. പരാജയത്തിൽ നിന്ന് പഠിക്കാത്തതിനെയാണ് അവർ പേടിക്കുന്നത്. പ്രശ്നങ്ങൾ വരുമ്പോൾ എന്തിനെനിക്കിത് സംഭവിച്ചു എന്ന് കരയുന്നതിന് പകരം ഇനി ഇതിനെ എങ്ങനെ മറികടക്കാം എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് നിങ്ങൾ മാറിയെങ്കിൽ വിജയം നിങ്ങളെ തേടിവരികയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു തീ എരിയുന്നുണ്ടാകും. എത്ര വലിയ പ്രശ്നം വന്നാലും അതെന്നെ തകർക്കില്ല, മറിച്ച് എന്നെ വളർത്തുകയേ എന്ന ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സിംഹാസനം തയ്യാറായി കഴിഞ്ഞു. ലക്ഷണം 4: വരുമാനത്തിന് താഴെ ജീവിക്കാനുള്ള വിരുദു. ഇതൊരു വിചിത്രമായ കാര്യമായി തോന്നാം. പണക്കാരനാകാൻ പോകുന്നവൻ പണം ചിലവാക്കുകയല്ലേ വേണ്ടത്? യഥാർത്ഥ സമ്പത്ത് വരുന്നതിനു മുൻപ് നിങ്ങൾക്ക് പണത്തോട് ഒരു ബഹുമാനം തോന്നിത്തുടങ്ങും.
അനാവശ്യമായി പണം ധൂർത്തടിക്കുന്നവരെ കാണുമ്പോൾ നിങ്ങൾക്ക് പുച്ഛം തോന്നും. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വില കൂടിയ ഫോണോ വണ്ടിയോ വാങ്ങുന്നതിനേക്കാൾ ആ പണം എവിടെയെങ്കിലും നിക്ഷേപിച്ച് അതിൽ നിന്ന് ലാഭമുണ്ടാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ചാണക്യൻ പറയുന്നു, വരുമാനം കുറയുകയും ചിലവ് കൂടുകയും ചെയ്യുന്നവൻ നശിക്കും. പണക്കാരനാകാൻ പോകുന്ന ഒരാൾ കയ്യിൽ പണം വന്നാലും അത് പെട്ടെന്ന് ചിലവാക്കി തീർക്കില്ല. അവൻ ആ പണത്തെ വിത്തായി കാണും, പഴമായിട്ടല്ല. വിത്ത് കുഴിച്ചിട്ടാൽ മരമാകും, തിന്നു തീർത്താൽ അത് തീർന്നുപോകും. നിങ്ങളുടെ വരുമാനം കൂടുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതശൈലി ലളിതമായി തന്നെ തുടരുന്നുണ്ടോ? മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കാതെ സ്വന്തം സാമ്പത്തിക സുരക്ഷിതത്വത്തിനു വേണ്ടി ജീവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചോ? എങ്കിൽ ഇത് സമ്പത്തിന്റെ ഏറ്റവും ശക്തമായ ലക്ഷണമാണ്. പണം നിലനിൽക്കുന്നവരുടെ കയ്യിലേക്ക് കൂടുതൽ പണം വരികയുള്ളൂ. ലക്ഷണം 5. അറിവിനോടുള്ള വിശപ്പ്. 5ാമത്തെ ലക്ഷണം. നിങ്ങൾ പഴയതിനേക്കാൾ കൂടുതൽ വായിക്കാനോ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ സമയം കണ്ടെത്തുന്നുണ്ടോ? സാധാരണക്കാർ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് പഠനം കഴിഞ്ഞാൽ പഠിക്കുന്നത് നിർത്തും. എന്നാൽ സമ്പന്നരാകാൻ പോകുന്നവർ മരിക്കുന്നതുവരെ വിദ്യാർത്ഥികളായിരിക്കും. നിങ്ങൾക്ക് വെറുതെ വിനോദ വീഡിയോകൾ കാണുന്നതിനേക്കാൾ താൽപ്പര്യം ബിസിനസ് ചർച്ചകൾ കേൾക്കാനോ സാമ്പത്തിക അറിവുകൾ നേടാനോ അല്ലെങ്കിൽ പുതിയ കഴിവുകൾ പഠിക്കുന്നതിലാണോ? എങ്കിൽ അത് നിസ്സാരമല്ല. സരസ്വതീദേവി ഉള്ളിടത്ത് ലക്ഷ്മീദേവി വരികയുള്ളൂ എന്ന് ചാണക്യൻ വിശ്വസിച്ചിരുന്നു. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ തലച്ചോറിനെ വലിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പാകപ്പെടുത്തുകയാണ്. നിങ്ങളുടെ അറിവ് വർദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് അവസരങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കും. മറ്റുള്ളവർ പ്രശ്നങ്ങൾ മാത്രം കാണുമ്പോൾ അറിവുള്ളവൻ അവിടെ ലാഭം കാണുന്നു. നിങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ നിങ്ങൾ പുസ്തകം വായിക്കുകയോ ഓൺലൈൻ ക്ലാസുകൾ ചെയ്യുകയോ അറിവുള്ളവരുമായി സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടികൾ സമ്പാദിക്കാനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ലക്ഷണം 6. സൗഹൃദങ്ങളിൽ വരുന്ന മാറ്റം. ഇത് അല്പം വേദനിപ്പിക്കുന്ന കാര്യമായിരിക്കാം, പക്ഷേ വളരെ സത്യമാണ്. നിങ്ങൾ സമ്പന്നനാകാൻ പോകുമ്പോൾ നിങ്ങളുടെ പഴയ സുഹൃത്തുക്കളിൽ പലരും കൊഴിഞ്ഞുപോകും. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ ചിന്താതലം മാറിയിരിക്കുന്നു. വെറുതെ പരദൂഷണം പറയുന്നവരും നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നവരും ഒരേ സ്ഥലത്തു തന്നെ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും നിങ്ങൾക്ക് ഭാരമായി തോന്നും. ചാണക്യൻ പറയുന്നു, ദുഷ്ടരായ സുഹൃത്തുക്കളേക്കാൾ നല്ലത് ശത്രുക്കളാണ്. നിങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ കളിയാക്കുന്ന സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾ അകലം പാലിക്കാൻ തുടങ്ങും. പകരം നിങ്ങളെക്കാൾ ബുദ്ധിയുള്ള, നിങ്ങളെക്കാൾ വിജയിച്ച ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും. ഇത് അഹങ്കാരമല്ല, ഇത് വളർച്ചയുടെ നിയമമാണ്. കഴുകന്മാർക്ക് കോഴികളോടൊപ്പം പറക്കാൻ കഴിയില്ല. നിങ്ങൾ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിഷമിക്കേണ്ട. സിംഹങ്ങൾ ഒറ്റയ്ക്കാണ് നടക്കുക. ഈ ഒറ്റപ്പെടൽ നിങ്ങളെ സ്വയം കണ്ടെത്താനും കൂടുതൽ ശക്തനാക്കാനും സഹായിക്കും. നിങ്ങളുടെ സൗഹൃദ വലയം ചെറുതാകുകയും എന്നാൽ ഗുണനിലവാരം കൂടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയായ ദിശയിലാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത് എന്റെ തന്നെ ജീവിതമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമന്റ് ബോക്സിൽ അടുത്തത് ഞാനാണ് എന്ന് രേഖപ്പെടുത്തുക. അത് നിങ്ങൾക്കുള്ള ഒരു ഉറപ്പാണ്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതണ്ട. നിങ്ങളുടെ കമന്റ് നിങ്ങളുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാകട്ടെ. ലക്ഷണം 7. കൃത്യമായ ലക്ഷ്യബോധം. അവസാനത്തെയും ഏറ്റവും ശക്തമായതുമായ ലക്ഷണം. നിങ്ങൾക്ക് ഉറക്കത്തിൽ പോലും നിങ്ങളുടെ ലക്ഷ്യം വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ടോ? പലർക്കും എനിക്ക് പണക്കാരനാകണം എന്ന ആഗ്രഹം മാത്രമേയുള്ളൂ. പക്ഷെ എങ്ങനെ, എപ്പോൾ, എന്തിന് എന്നതിനുത്തരമില്ല. എന്നാൽ വിജയിക്കാൻ പോകുന്ന ഒരാൾക്ക് തന്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കും. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ ഈ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണോ? വെല്ലുവിളികൾ വരുമ്പോൾ എന്റെ ലക്ഷ്യം വലുതാണ്, ഇതെന്നെ തടയില്ല എന്ന് നിങ്ങൾക്ക് തോടാറുണ്ടോ? ചാണക്യൻ പറയുന്നു, ലക്ഷ്യത്തിൽ കണ്ണു നട്ടിരിക്കുന്നവന് വഴിയിലെ മുള്ളുകൾ കാണില്ല. നിങ്ങൾക്ക് ചുറ്റും എന്തുതന്നെ നടന്നാലും നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് മാറുന്നില്ലെങ്കിൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടാകും, ഇന്ന് ഞാൻ കഷ്ടപ്പെടുന്നുണ്ടാകാം, പക്ഷേ നാളെ ഞാൻ ഭരിക്കും. ഈ വിശ്വാസം ആരും തരാത്ത നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ആ തീപ്പൊരി, അതാണ് സമ്പത്തിന്റെ യഥാർത്ഥ വിത്ത്. സുഹൃത്തുക്കളെ, ചാണക്യനീതിയിൽ പറയുന്ന ഈ 7 കാര്യങ്ങളിൽ ഒന്നെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. നിങ്ങൾ വെറുമൊരു സാധാരണക്കാരനല്ല. പക്ഷേ ഓർക്കുക, ഈ ലക്ഷണങ്ങൾ വെറും സൂചനകൾ മാത്രമാണ്. സൂചന ലഭിച്ചാൽ മാത്രം പോരാ, അതിനനുസരിച്ച് പ്രവർത്തിക്കണം. വിത്ത് മുളച്ചു വരുന്നത് കാണുമ്പോൾ അതിന് വെള്ളവും വളവും നൽകി സംരക്ഷിക്കണം. നിശബ്ദനായിരിക്കുക, കഠിനമായി പരിശ്രമിക്കുക, അറിവ് നേടുക. നിങ്ങളുടെ വിജയം ലോകത്തെ ഞെട്ടിക്കുന്നതാകട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ തിരിച്ചറിവ് നൽകി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി.